തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു കുശവൻ മണ്ണ് കയ്യിലെടുക്കുമ്പോൾ അത് വെറും മണ്ണല്ല, അവൻ്റെ കയ്യിൽ അത് മനോഹര പാത്രമാകുന്നു. അത് സ്വന്തമായി രൂപം കൊള്ളുന്നില്ല. കുശവന്റെ ദൃഷ്ടിയും ഉദ്ദേശവും സ്പർശവും അതിനെ രൂപപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 9:23, മഹത്വത്തിനായി ഒരുക്കിയിരിക്കുന്ന കരുണയുടെ പാത്രങ്ങളെ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്തിനെ അറിയിപ്പാൻ. പ്രിയരെ, നാം സാധാരണ മനുഷ്യരല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മഹത്വത്തിനായി ഒരുക്കപ്പെട്ട പാത്രങ്ങളാണ്. ഒന്നാമതായി, കരുണയുടെ പാത്രങ്ങളാണ് എന്ന തിരിച്ചറിവ്. നമ്മുടെ വില നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ്. സഭാപിതാവായ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എഴുതുന്നു, വി ആർ നോട്ട് ചോസൺ ബിക്കോസ് വി ആർ ഗുഡ്, വി ആർ മെയ്ഡ് ഗുഡ് ബിക്കോസ് വി ആർ ചോസൺ. അത് ആത്മീയ തിരിച്ചറിവാണ്. ഞാൻ പാപത്തിൻ്റെ അടിമയല്ല, ദൈവകരുണയുടെ പാത്രമാണ് എന്നത്. മനഃശാസ്ത്രപരമായി ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി വ്യക്തമായിരിക്കുമ്പോൾ അവൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള തിരിച്ചറിവ് ആത്മസുരക്ഷ നൽകുന്നു. 1 പത്രോസ് 2:9, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം. 2, രൂപപ്പെടുത്തുന്ന ദൈവം. പരീക്ഷകളുടെ അർത്ഥം പാത്രം തീയിൽ കത്തിക്കാതെ ശക്തമാകില്ല എന്നുള്ളതാണ്. അതുപോലെ ജീവിതത്തിലെ പരീക്ഷകൾ നമ്മെ തകർക്കാനല്ല, രൂപപ്പെടുത്താനാണ്. സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു, പരീക്ഷകൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. തത്വചിന്തകനായ കോറൻ കിർക്കഗാർഡ് പറഞ്ഞത്, ലൈഫ് ക്യാൻ ഓൺലി ബി അണ്ടർസ്റ്റുഡ് ബാക്ക്വേർഡ്സ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി ലീവ്ഡ് ഫോർവേഡ്സ്. പിന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ കരുണ നമ്മെ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്ന്. റോമർ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 3, മഹത്വത്തിനായുള്ള വിളി. മനുഷ്യ ജീവിതത്തിന്റെ ദൗത്യം. ദൈവം നമ്മെ രക്ഷിച്ചത്, വീണ്ടെടുത്തത് വ്യക്തിപരമായി അനുഗ്രഹത്തിന് മാത്രമല്ല, അവന്റെ മഹത്വം ലോകത്തിൽ പ്രകടമാകാൻ കൂടിയാണ്. ക്രിസ്തീയ ചിന്തകൻ C.S. ലൂയിസ് എഴുതുന്നു, there are no ordinary people. You have never talked to a mere mortal. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടെ ജീവിക്കുന്നവനാകണം. നമ്മുടെ ജീവിതം ദൈവമഹത്വം പ്രതിഫലിപ്പിക്കേണ്ടതായി തീരണം. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 5:16, നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിപ്പീൻ. പ്രിയരെ, റോമർ 9:23 നമ്മോട് പറയുന്നു, നാം കരുണയുടെ പാത്രങ്ങളാണ്. ദൈവമാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതം അവൻ്റെ മഹത്വം പ്രകടമാക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.